യേശുവിൽ പ്രിയ സുഹൃത്തുക്കളെ, പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ അറിവിൻ്റെയോ ബുദ്ധിയിൽ നിന്ന് ഉദിക്കുന്ന ചിന്തകളുടെയോ ആശയങ്ങളുടെയോ പ്രകാശനമോ പ്രകടനമോ അല്ലല്ലോ. Dear friends in Jesus, prayer is not merely a knowledge. It's not the manifestation or expression of our intellectual ideas or concepts. പ്രിയരെ, ആയതിനാൽ തന്നെ പ്രാർത്ഥനയ്ക്ക് നമുക്കൊരു വ്യവസ്ഥയോ ഒരു ചട്ടക്കൂടോ ഉണ്ടാക്കുക സാധ്യമല്ലല്ലോ. Therefore, we can't have a framework or any set of rules for praying. സുഹൃത്തുക്കളെ, പ്രാർത്ഥന എന്നത് ആത്മാവിൻ്റെ ഗദ്ഗതങ്ങൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മ നിവേശിതങ്ങളായിട്ടുള്ള ആത്മീയ ചിന്തകളും വിചാരങ്ങളും അപേക്ഷകളും ഒരു മനസ്സിൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള വിചാരവികാരങ്ങളുടെ ബഹിർഗമനമാണല്ലോ. യെസ്, prayer is the spontaneous overflow of our emotions, spiritual feelings, and also sort of supplications towards our Heavenly Father. വചനം പറയുന്നു, ആത്മാവിനാൽ നയിക്കപ്പെടുന്നവൻ നിയമത്തിന് വിധേയനല്ല. The word of God says that those who are led by the Spirit, they are no more liable or viable or controlled by the rules or the laws of human beings. സുഹൃത്തുക്കളെ, ചിലർ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥന യാചിക്കുന്നവരുണ്ട്. Dear friends, there are people, those who do intercessory prayers and those who ask for praying for them or asking for intercession. ചിലരൊക്കെ വിശുദ്ധരുടെ, പരിശുദ്ധ അമ്മയുടെ, മറ്റ് സ്വർഗത്തിലായിരിക്കുന്ന ആത്മാക്കളുടെയൊക്കെ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. There are people, those who intercede to the saints and the Blessed Mother and the holy souls in heaven. പ്രിയപ്പെട്ടവരെ, ഒരു കുട്ടി വെള്ളത്തിൽ വീണാൽ, അതല്ലെങ്കിൽ നിലയില്ല കയത്തിൽ വീണാൽ ആ കുട്ടി എൻ്റെ അമ്മേ, എൻ്റെ അമ്മോ, എൻ്റെ അമ്മയെ എന്നെ രക്ഷിക്കണേ എൻ്റെ അമ്മേ എന്ന് പറഞ്ഞാണ് സ്വതസിദ്ധമായിട്ടും കരയുകയുള്ളൂ. എത്ര വലിയ വിവരമോ വിദ്യാഭ്യാസമുള്ള ആളും ഇപ്രകാരം തന്നെയായിരിക്കും കരയുക അല്ലെങ്കിൽ വിളിച്ചപേക്ഷിക്കുക. അപ്പോൾ ആ കുട്ടി കരയുന്നത്, വിളിച്ചപേക്ഷിക്കുന്നത് അമ്മേ എന്നെ രക്ഷിക്കണമെന്നാണെങ്കിൽ പോലും അടുത്ത് ഈ കരച്ചിൽ കേൾക്കുന്ന ഒരുപക്ഷെ അവൻ്റെ അപ്പനോ പിതാവോ അതെങ്കിലും കോസ്റ്റൽ ഗാർഡോ ആര് കണ്ടാലും ഓടി വന്ന് ആ കുട്ടിയെ അല്ലെങ്കിൽ ആ വ്യക്തിയെ രക്ഷപ്പെടുത്തും. അതല്ലാതെ നീ നിൻ്റെ അമ്മയല്ലേ വിളിച്ചത്, അതുകൊണ്ട് അമ്മ വന്ന് രക്ഷിക്കട്ടെ, അതല്ലെങ്കിൽ നീ എന്നെ വിളിച്ചപേക്ഷിക്ക്, അപ്പ രക്ഷിക്കെന്ന് പറയുക എന്നാരും യുക്തിസഹജമായിട്ട് അല്ലെങ്കിൽ യുക്തി കൊണ്ട് വാദിച്ച് ആ കുട്ടിയോട് മറുപടി പറയാറില്ല. ആരാണെങ്കിലും ആ കുട്ടിയെ ആ വെള്ളത്തിൽ നിന്ന് രക്ഷിക്കും. Dear friends, if a child falls into the water or into a whirlpool, the child will naturally cry out, "Mother, mother, save me." So, since the child was crying out to the mother, doesn't mean that those who are hearing won't come and save him. Instead, if the father hears, or any guard or anybody, any coastal guard or anybody, those who hear the cry will come and save the child. Nobody will argue with the child, "Oh, you pray to your mother, so let the mother come and save you." Nobody will say that. Those who hear the cry will come and save the child. പ്രിയപ്പെട്ടവരെ, പാപച്ചേറ്റിൽ അല്ലെങ്കിൽ പാപച്ചുഴിയിൽ വീണ എൻ്റെ അവസ്ഥയും ഇത് തന്നെയാണ്.
താണുകൊണ്ടിരിക്കുന്ന, ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഞാൻ ഏത് കച്ചിത്തുരുമ്പ് കണ്ടാലും കയറിപ്പിടിക്കും, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നാണ് ആഗ്രഹം. ഞാനിവിടെ ബുദ്ധി ഉപയോഗിക്കുന്നില്ല, പദങ്ങളുടെ അർത്ഥം നോക്കുന്നില്ല. ഡിയർ ഫ്രണ്ട്സ്, this is the same case with me. When I have fallen into the whirlpool or to the Dead Sea of sins, I never think of the words which I have to cry out. I always try to save myself, even catching hold on a straw. I don't think much with my brain. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, രക്ഷകനാഥനുമായ ഈശോയോട് നേരിട്ട് പ്രാർത്ഥിക്കുവാൻ വിശ്വാസശക്തിയും വിശ്വാസ സാന്നിധ്യവുമൊക്കെ ഉള്ളവർ അപ്രകാരം ചെയ്തു കൊള്ളട്ടെ. So dear friends, those who have so much faith in Jesus, and those who believe that Jesus is enough for me to save myself from the depth of the sin, let them pray to the Jesus directly. ഇനി അഥവാ വിശ്വാസത്തിൽ അല്പം കുറവുള്ളവർ, അവരഥവാ ഏതെങ്കിലും വിശുദ്ധാത്മാക്കളുടെ അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നു എങ്കിൽ നമ്മളവരെ വിധിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. Dear friends, if somebody is praying to the Holy Mother of God or asking for the intercession of saints, let them do so. Who are we to judge them? Jesus said, don't judge others so that you may not be judged. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അന്യരെ വിധിക്കരുത്, അപ്പോൾ നിങ്ങളും വിധിക്കപ്പെടുകയില്ല. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന എന്നുള്ളത് വ്യക്തിപരമായ ഒരു കാര്യമാണ്. ദൈവവുമായിട്ടുള്ള ഒരു ആത്മാവിൻ്റെ, ഒരു മനുഷ്യൻ്റെ ബന്ധപ്പെടലാണ്, ആശയവിനിമയം ചെയ്യലാണല്ലോ പ്രാർത്ഥന. അതിന് ഭാഷയുടെ ആവശ്യമില്ല. സംസാരശേഷി ഇല്ലാത്തവരും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഒരിക്കൽ ഒരു മാലാഖ ഭൂമിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ പലരും പ്രാർത്ഥിക്കുന്നത് കേട്ടു. ചിലരൊക്കെ അവരുടെ ആവശ്യങ്ങൾ നിരത്തി വച്ചിട്ടുള്ള പ്രാർത്ഥനകളായിരുന്നു. ചിലരൊക്കെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനകളായിരുന്നു. മറ്റു ചിലരാവട്ടെ നിസ്സംഗമായ അത്ര വ്യായാമം എന്നതുപോലെ നിത്യേന പഠിച്ചു വെച്ചിരുന്ന പ്രാർത്ഥനയാണ് ചിലരൊക്കെ ഉരുവിട്ടുകൊണ്ടിരുന്നത്. അപ്പോഴാണ് മാലാഖ ശ്രദ്ധിച്ചത്, ഒരു കൊച്ചുകുട്ടി, നേഴ്സറി സ്കൂളിൽ പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടി, തനിക്ക് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള ആ പാട്ടുകളും അതുപോലെ തന്നെ തനിക്കറിയാവുന്ന അക്ഷരമാലയൊക്കെ ഉറക്കെ ചെല്ലി ഈണത്തിൽ പാടിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ദൈവം ഏത് പ്രാർത്ഥനയാണ്, ആരുടെ പ്രാർത്ഥനയ്ക്കാണ് കൂടുതൽ വില കൊടുക്കുന്നത്, മൂല്യം കൽപ്പിക്കുന്നത് നമുക്കറിയില്ല. Dear friends, once while an angel was walking through the earth, the angel saw some people praying for themselves, putting forward their own needs and demands, whereas some people are just praying what they had learned by heart. But the angel saw a small child, an infant studying in nursery school, reciting the rhymes and hymns that he has learned, and also just saying the alphabets and asking God to take the alphabet which God likes the most. So we don't know how and whose prayer God will accept, and which prayer is more pleasing to God, we don't know. Jesus taught us not to judge others so that we also may not be judged. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനകൾക്ക് വ്യവസ്ഥകളും കണ്ടീഷൻസൊക്കെ വയ്ക്കാതിരിക്കുന്നതല്ലേ നല്ലത്. സോ ഡിയർ ഫ്രണ്ട്സ്, ഈസ് ഇറ്റ് നോട്ട് ഗുഡ് നോട്ട് ടു കീപ്പ് എനി കണ്ടീഷൻസ് or limitations or any set of rules for praying? For the prayer, let each one decide what to pray and how to pray. Of course, Jesus taught us a prayer, the prayer of our Father. That prayer Jesus taught us to pray for the daily bread. അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്നാണ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. പക്ഷേ അത് ഇംഗ്ലീഷിലാകുമ്പോഴത്തേക്കും ഗീവ് us today our daily bread എന്നാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി പറയുകയാണ്, കർത്താവ് പറഞ്ഞിരിക്കുന്നത് ബ്രെഡ് കഴിക്കാനാണ്, അതുകൊണ്ട് വേറൊരു ഭക്ഷണം നമുക്ക് കഴിക്കാൻ പാടില്ല, ബ്രെഡ് മാത്രമേ എപ്പോഴും കഴിക്കാവുള്ളൂ എന്ന് പറഞ്ഞ് വാദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ.
ഓരോ ഭാഷയിലുമുള്ള പദപ്രയോഗങ്ങൾക്ക് അർത്ഥവ്യത്യാസങ്ങളുണ്ട്. So dear friends, saying the Lord's Prayer, if a person says that Jesus taught us to pray like this, give us today our daily bread. So let us only eat bread daily because Jesus has told us to eat only bread. If a person argues like that, we can't say anything because every language has its own way of saying, and each word has got different meanings according to the language. അപ്പോൾ നമുക്കിങ്ങനെ ഭാഷാപ്രയോഗങ്ങളുടെയോ അല്ലെങ്കിൽ അർത്ഥവ്യത്യാസങ്ങളുടെ പേരിൽ നമുക്ക് പ്രാർത്ഥനയെ വേർതിരിച്ച് കാണുകയോ അല്ലെങ്കിൽ അതിനെ വിമർശനം ചെയ്യുകയോ അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുകയോ ഒന്നും ചെയ്യുക സാധ്യമല്ലല്ലോ. കർത്താവിനോടുള്ള നമ്മുടെ മനസ്സിൻ്റെ, ആത്മാവിൻ്റെ, ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നുള്ള തേങ്ങലുകളോ അല്ലെങ്കിൽ ചിന്തകൾ പങ്കുവെക്കലോ ഒക്കെ ആവട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ. അങ്ങനെ നമ്മുടെ മനസ്സുകൾ നമുക്ക് സ്വതന്ത്രമാക്കാം, ഹൃദയങ്ങളെ പരിശുദ്ധമാക്കാം. വിശുദ്ധ ഗ്രന്ഥം പറയുന്നു, നീ നിന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നുവെങ്കിൽ നാളെ നീ ദൈവത്തിന് മഹത്വം കാണും. നമുക്ക് പ്രാർത്ഥനകളിലൂടെയും പരിത്യാഗങ്ങളിലൂടെയും നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം. അങ്ങനെ നമുക്ക് ദൈവത്തിന് മഹത്വം കാണുവാനായിട്ട് നമുക്കിടയാവുകയും ചെയ്യട്ടെ. So dear friends, let us sanctify ourselves. It is said in the Bible, if you sanctify yourself today, tomorrow you will see the miracle and glory of God. So dear friends, let us sanctify ourselves by the word of God, through the prayers and through good works and good deeds. Let us sanctify ourselves so that we may be able to see the glory of God while we are on this earth and in the next world, that is in heaven, where we are all sure to go and we should go. Let us pray for this intention, my dear friends. May God bless you and give you all the blessings from heaven, making you all holy people, holy Christians, thereby making you worthy to go to heaven. Have a blessed day. Praise the Lord. Hallelujah.